ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3-ന് തന്നെ മേൽശാന്തി അരുൺകുമാർ ക്ഷേത്ര നട തുറന്നു. 25,000-ഓളം അയ്യപ്പന്മാർ ഇതുവരെ ശബരിമലയിൽ ദർശനം നടത്തി. ഇന്ന് 70,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ശബരിമലയിൽ ദർശനത്തിന് ബുക്ക് ചെയ്തത്. തത്സമയം ബുക്കിംഗിലൂടെ 10,000 പേർ കൂടി എത്തും. 12 മണിവരെ 34,000-ഓളം പേർ ദർശനം നടത്തി. സർക്കാർ മുൻകൂട്ടി ചെയ്ത ക്രമീകരണങ്ങൾ മണ്ഡലകാല ആരംഭം കൂടുതൽ സുഗമമാക്കിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PN പ്രശാന്ത് പറഞ്ഞു. ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം തന്നെ സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. ചെറുതും വലുതുമായ 20-ൽ പരം ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു സംയോജിതമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെർച്വൽ ക്യൂ സംവിധാനത്തിനെതിരെ തുടക്കത്തിലുണ്ടായ വിമർശനങ്ങൾ പോസിറ്റീവായി കാണുന്നുവെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. നിലവിൽ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. വിമർശനാത്മകമായ മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ പിന്നീട് ഗുണകരമായി. വെർച്വൽ ക്യൂവിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലെ കണക്കുകൾ കൂടി പരിശോധിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളുടെ ഒരു പങ്ക് വളരെ വലുതാണ്. അവരെ പോസിറ്റീവായാലും ശരി തന്നെ നെഗറ്റീവായാലും ശരി തന്നെ ആ ഒരു വാർത്ത നന്നായി വന്നതുകൊണ്ടാണ് സത്യത്തിൽ വെർച്വൽ ക്യൂ ഗംഭീരമായി മാറിയത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി അത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാൻ നന്ദിയോടുകൂടിയാണ് സ്മരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയ ചെറിയ പിഴവുകൾ പോലും നമുക്ക് മുൻകൂട്ടി ഉണ്ടായ ചെറിയ ചെറിയ പിഴവുകൾ പോലും തിരുത്തി ഭക്തർക്ക് ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനിടെ രാവിലെ പമ്പയിൽ നിന്നും നിലയ്ക്കലേക്ക് പോയ ബസ്സിന് തീപിടിച്ചു. ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ്സിൽ യാത്രക്കാരില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. 3 യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. ന്യൂസ് മലയാളം സന്നിധാനം.